ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ മുമ്പാട് ബീഗാണ്. ഇത് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂരാണ്. ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട്, ക്യാൻസർ ട്രീറ്റ് ചെയ്യണേ. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഞങ്ങളെ മുമ്പാട് ഒടായിക്കൽ ക്യാൻസറും നിവാരണ മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഈ സാറ് ഇവിടുത്തെ ഈ നിംസിലെ ക്യാൻസറിൻ്റെ സാറുണ്ട്, ക്യാൻസർ നോക്കുന്നത് ആ ഡോക്ടർ ക്ലാസ് കണ്ട് അന്തം വിട്ട് തരിച്ചു നിന്നാണ് ഞാൻ. അങ്ങനെ ഞാൻ സാറിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ട് സാറ് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരിക്കൽ ഇവിടെ വരണേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നാണ്. പിന്നെ അവിടെ ഒരു ക്യാമ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സമയം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ക്യൂ നിൽക്കുക ആൾക്കാർ സാറിനെ കാണാനും, സാറിൻ്റെ അടുത്ത് ക്യാൻസർ ഉള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്നു. ഈ നിംസിൽ ആദ്യമായിട്ട് വരുന്നത് അതിൻ്റെ പേരിലാണ്. അങ്ങനെ സാറിനോടൊക്കെ ചോദിച്ച് തിരിച്ച് ഞാനിങ്ങനെ പിന്നെ ആ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചുറ്റും നടന്നപ്പോഴാണ് അഡൾട്ടിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് കാണുന്നത് 4999. അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ നോക്കിയിട്ട് എൻ്റെ ഫോൺ എടുത്ത് അതിൽ ഡയൽ ചെയ്തപ്പം നൂറ എന്ന ഒരു മാഡത്തിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവരോട് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം അവർ പറഞ്ഞു, മാഡം ഇത് നല്ല പാക്കേജാണെന്ന് പറഞ്ഞ് അത് വിശദീകരിച്ച് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് തോന്നിയത് ബ്ലഡൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, ശരീരമൊക്കെ ബോഡിയൊക്കെ ഒന്ന് ചെക്കപ്പ് നടത്താമെന്ന് വിചാരിച്ചിട്ട് നിന്ന്. പക്ഷേ അതിൽ ചേരാനുള്ള പ്രധാന കാരണമുണ്ട്. ബോഡി ചെക്കപ്പിന് വേറെ ഞങ്ങൾക്ക് മെഡിക്കലൊക്കെ ഉണ്ടെങ്കിലും ഈ മോളുണ്ടല്ലോ, ഈ നൂറാറിന കുട്ടി, അതിൻ്റെ ആ ഒരു രോഗികളോട് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻറ്റോടുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹം, അതുപോലെ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. ശരിക്കും ഞങ്ങൾക്ക് മെഡിക്കലൊക്കെ കോഴിക്കോടാണുള്ളത്. പക്ഷേ ഇവിടെ ഈ മോളും അതിൻ്റെ ആ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് അവിടുത്തെ ഡോക്ടേഴ്സും അവിടെയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ബോഡി ചെക്കപ്പ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ശരീരത്തിൻ്റെ മുടി മുതൽ പെരുമുതൽ വരെ നോക്കുമല്ലോ അവർ. എല്ലാവരും വളരെ ശ്രദ്ധയോടെയും വളരെ സന്തോഷത്തോടെയും, പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ്, അവിടെ കൂടെ നിൽക്കുന്നവരൊക്കെ. അങ്ങനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ മേഘ എന്ന് പറഞ്ഞ ഒരു മോളെ കിട്ടി, മേഘന എന്നാണ് കുട്ടിയെ കിട്ടിയത്. ആ മോളാണെങ്കിൽ ഇതേപോലെ നൂറിനെ കൊണ്ട് പറഞ്ഞ കൂട്ട് തന്നെ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം എന്ന് പറയില്ലേ, ഒപ്പത്തിനൊപ്പം എല്ലായിടത്തേക്കും കൊണ്ടുപോകാനും എവിടെയും അവൾ പോകില്ല. ആ ഒരു സമയം വന്നത് മുതൽ ഞാൻ പോകുന്നത് വരെ എൻ്റെ കൂടുതൽ ഫുഡ് കഴിക്കാനും കൂടി പോകാതെ ആ കുട്ടിയും അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങളും വിളിച്ച് ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് നൂറ് വിളിച്ച് ചോദിക്കും, മാഡം ഹാപ്പിയാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ചോദിക്കും. അതൊക്കെയാണ് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്. പിന്നെ അവരൊക്കെ കൂട്ടായി. പിന്നെ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്, ഓരോ കാര്യത്തിൽ ആവശ്യമില്ലെങ്കിലും ഓരോ ട്രീറ്റ്മെൻറ്റും പറഞ്ഞു. കാരണം ആ ഹോസ്പിറ്റൽ അത്രത്തോളം ഒരു പേഷ്യനും കിട്ടും, അത്ര അറ്റാച്ച് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അത്രയും നല്ലൊരു ഹോസ്പിറ്റലും. പിന്നെ അതുപോലെ മെഡിസിൻ കുറവുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ പിന്നെ വൃത്തിയും വെടുപ്പും ഒക്കെ നമ്മൾ പറയണമല്ലോ, ഒരു വൃത്തിയും ഒക്കെ തുടക്കം തോളത്തിലൊക്കെ ഒക്കെ നല്ലൊരു പിന്നെ ഇതായിട്ട് തോന്നിയപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ആയി പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഈ ഡോക്ടറെ കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഒരുപാട് നന്നായി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ഇതിൻ്റെ ഓണർമാർക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെയുള്ള സ്റ്റാഫിനും ഒക്കെ ഒരു പ്രത്യേക നന്ദി.